അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം അല്ലേ? ഫാത്തിഹ ഓതിയിട്ട് തുടങ്ങാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് അറബിക്കിലെ ബേസിക് ക്ലാസ് ആണ്. അതായത് അലിഫ് മുതൽ യാ വരെയുള്ള അറബി ലെറ്റേഴ്സ് എത്രയുണ്ട്? 28 ലെറ്റേഴ്സാണ് നമുക്ക് അറബിയിലുള്ളത്. അപ്പോൾ നമ്മൾ 28 ലെറ്റേഴ്സ് പഠിച്ചെടുത്താൽ നമുക്ക് സിമ്പിളായിട്ട് അറബിയിൽ എഴുതാനും വായിക്കാനും ഒക്കെ പറ്റും അല്ലേ? അപ്പോൾ അറബിയിൽ 28 ലെറ്റേഴ്സാണുള്ളത്. ആ ലെറ്റേഴ്സിന് അതിൻ്റെ കൂടെ ഹർഫുകളും വരുന്നുണ്ട്, കുറച്ച് ഹർഫുകൾ വരുന്നു. അപ്പോൾ മലയാളത്തിൽ നമ്മൾ അക്ഷരങ്ങളോട് ചിഹ്നങ്ങൾ ഇട്ട് കൊടുക്കുന്നില്ലേ? ഒരു മായാണെങ്കിൽ ഒരു വള്ളി ഇട്ടാൽ മീന്ന് വായിക്കും, ആന് നീട്ടലിട്ടോട് ആന്ന് വായിക്കും. അതുപോലെ അറബിയിലുള്ളത് അലിഫിന് ഫതഹ് ഇട്ടാൽ ആ വയ്ക്കും. അതുപോലെ നമുക്ക് അലിഫ് മുതൽ യാ വരെയുള്ളത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കാം. അപ്പം ഞാൻ ഈ ബോർഡിൽ ഒന്ന് കാണിക്കാം. സോറി, യെസ്. അപ്പോൾ ഇതാണ് നമ്മളെ അറബിയിലുള്ള അക്ഷരങ്ങൾ വരുന്നത് അല്ല? അറബിയിൽ ഞാൻ ബോർഡിൽ എഴുതി കാണിക്കാം. ബോർഡ് നോക്കണേ. ഫസ്റ്റ് നമുക്ക് ഒരു വര ഇട്ടാൽ എന്നാ വായിക്കുക? അലിഫ്. ഒരു വര ഇട്ടാൽ അലിഫ്. അലിഫ് കഴിഞ്ഞിട്ട് ബാ. അടുത്തത് താ. അടുത്തത് സാ. അപ്പോൾ ഈ അക്ഷരങ്ങൾക്ക്, ഈ 3 അക്ഷരങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട്. അതായത് ബാ ഇനും താ ഇനും സാ ഇനും നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റിയ അക്ഷരങ്ങളാണ്. അറബിയിൽ ഓർഡറായിട്ട് വരുന്നത് അല്ല, നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അലിഫ് കഴിഞ്ഞാൽ ഒരു വര കഴിഞ്ഞാൽ പിന്നെ ഒരേ മോഡൽ, അതായത് ഈ ഒരു ഷേപ്പിൽ വരുന്നത്. മോഡൽ നോക്കുക, ഈ ഒരു ഷേപ്പിൽ വരുന്നത്. ഫസ്റ്റ് അടിയിൽ മാത്രം പുള്ളിയിട്ടാൽ ബാ എന്ന് വയ്ക്കും. ഇനിയിപ്പോൾ ആ പുള്ളി ഒഴിവാക്കിയിട്ട് 2 പുള്ളി ഇട്ട് കൊടുക്കുന്നതാണെങ്കിൽ എന്ത് വയ്ക്കും? താ എന്ന് വയ്ക്കും. ഇനി 2 അല്ല 3 ഇട്ട് കൊടുത്താൽ സാ എന്ന് വയ്ക്കും. അതായത് ഞാൻ പറഞ്ഞു അലിഫ് കഴിഞ്ഞിട്ട് 3 അക്ഷരം ഒരേ മോഡലാണ് വരുന്നത്. അതിന് 1, 2, 3 ആയിട്ട് പുള്ളികൾ മാറുന്നതിനനുസരിച്ച് അക്ഷരങ്ങൾ മാറുന്നുണ്ട് അല്ലേ? ബാ ഇനി ഒരു പുള്ളി ഇടുമ്പം, അതായത് അടിയിൽ ഒരു പുള്ളി ഇടുമ്പം ബാ. ഇങ്ങനെ എഴുതിയിട്ട് അടിയിൽ ഒരു പുള്ളി ഇട്ടാൽ ബാ. ഇനി ഇങ്ങനെ ഇട്ടിട്ട് മേലെ 2 പുള്ളി ഇട്ടാൽ താ. 3 പുള്ളി ഇട്ടാൽ സാ. അങ്ങനെയാണ് ആ 3 അക്ഷരങ്ങൾ വരുന്നത്. ഇനി അടുത്തത് നമുക്ക് അത് കഴിഞ്ഞിട്ടുള്ള 3 അക്ഷരങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു മോഡലിലാണ് അടുത്ത 3 അക്ഷരം വരുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞ് അലിഫ് കഴിഞ്ഞാൽ ഈ ഒരു മോഡൽ അക്ഷരം വരും. അടിയിലൊരു കുത്ത്, മേലെ 2 കുത്ത്, മേലെ 3 കുത്ത്. ഇങ്ങനെ വരുമ്പോൾ ബാ താ സാ വായിക്കുന്നല്ല. അപ്പം അത് കഴിഞ്ഞാൽ അടുത്ത 3 അക്ഷരങ്ങൾ വരുന്നത് ഏത് മോഡലാണ്? ഈ മോഡലിലാണ്. അതായത് നടുവിലൊരു പുള്ളി ഇടുമ്പോൾ എന്ത് വായിക്കും? ജീമ്. പിന്നെ ഇങ്ങനെ വരുമ്പോൾ ഒന്നും ഇടാണ്ട്, അത് കാലി ബോക്സ്. ഇങ്ങനെ വരുമ്പോൾ എന്ത് വായിക്കും? ഹാ. ഹാ എന്ന് പറയുന്നത് തൊണ്ടേൻ്റെ അങ്ങേയറ്റത്തുനിന്ന് നമ്മൾ നമുക്ക് തൊണ്ടക്കന്നെ വിക്സ് കൂട്ടാലും തോന്നുമ്പോൾ ഹാ എന്ന് പറയുമ്പോൾ നല്ല സുഖം ഉണ്ടാവും അല്ലേ? അപ്പോൾ ആ ഒരു രൂപത്തിലാണ് ഈ അക്ഷരം വരുമ്പോൾ ഹാ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 3ാമത്തെ അക്ഷരം വരുന്നത് ഏതാ? അതേ മോഡലിലെ 3ാമത്തെ അക്ഷരം മേലെ കുത്ത്. ഫസ്റ്റ് നടുവിലിട്ട് പിന്നെ നമ്മളൊന്നും ഇടാണ്ടിട്ട് പിന്നെ 3ാമത് മേലെ ഇട്ട്. അപ്പോൾ മേലെ ഇടുമ്പോൾ നമ്മൾ എന്താ വയ്ക്കുക? ഹ. ഹ തൊണ്ടക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാണ് നമ്മൾ അങ്ങനെ ആക്കും അല്ലേ? അതുപോലെ ഹ. ഹ. ഹ ഫസ്റ്റ് ജീമ്. രണ്ടാമത്തത് ഹ. നല്ല സുഖം ഉണ്ടാവും. ഹ. വിക്സ് കൂട്ടാക്കെ തിന്നിട്ട് ഇങ്ങനെ ആക്കുന്നതാണെങ്കിൽ ഹ നല്ല സുഖമുള്ള. അൽഹംദു. അൽഹംദു എന്നുള്ള ഹ. പിന്നെ 3ാമത്തേതാണ് ഹ. ഹ. ഓക്കെ. ഇനി നമുക്ക് അടുത്ത 3 അക്ഷരം അടുത്ത 2 അക്ഷരം വരുന്നത് അതും ഒരേ മോഡലിലാണ്. ഈ ഒരു മോഡലിൽ
ഫസ്റ്റത്തത് ഈ റൗണ്ട് ചെയ്തത് എന്താ വായിക്കുക? ദാല് 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 കഴിഞ്ഞിട്ട് അടുത്ത ദാലിൻ്റെ മേലെ ഒരു പുള്ളി വരുമ്പോൾ അത് വയ്ക്കും ദാല് ദാല്. അതായത് നാവ് പല്ലിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സൗണ്ട് വരും അല്ലേ? ദാല് ദാല്. അത് കഴിഞ്ഞിട്ട് അടുത്ത അക്ഷരങ്ങൾ വരുന്നത് ഞാൻ ആദ്യം പറഞ്ഞിക്ക് ഒരേ മോഡലാണ്. ഓരോ ഇത് മാറുന്നതിനനുസരിച്ച് മോഡൽ ഒന്ന് ഫസ്റ്റ് അലിഫ് വന്ന് പിന്നെ മൂന്നും ഒരേ മോഡൽ വരുന്നത്. ബ ത സ അല്ലേ? അത് കഴിഞ്ഞ് 3 എണ്ണം ഒരേ മോഡൽ. ജീമ് ഹ ഹ. ഇനി അടുത്ത രണ്ടും ഒരേ മോഡൽ ദാല് ദാല്. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത 2 മോഡൽ വരുന്നത് ഏതാണ്? റാ സ സ തേനീച്ചേൻ്റെ എന്നുള്ളത് സ റാ സ റാ സ. ഇത് നമുക്ക് ദാല് പോലെ തന്നെ തോന്നില്ലേ? ദാല് ദാല്. ദാലിന് ഒന്ന് പുള്ളിയിടാണ്ട് കാലിയാണ്. അതുപോലെ തന്നെ റാഇന് ഒന്നും ഇടാണ്ട് കാലിയാണ്. സ എങ്ങനെയാണ്? പുള്ളിയിട്ടിട്ടാണ്. ദാലും പുള്ളിയിട്ടിട്ടാണ് അല്ല? ഇനി അടുത്ത വരുന്നത് ഏതാണ്? വേറെ മോഡലാണ് അടുത്ത വരുന്നത്. സീന് സീന് ഷീന്. സീന് എന്ന് വരുന്നത് എങ്ങനെയാണ്? എന്താ ഇങ്ങനെയാണ് സീൻ എന്നെഴുതുക. ബോർഡ് കാണുന്നില്ല. സീൻ എന്ന് എഴുതുക ഈ ഒരു മോഡലാണ്. ഇനി സീന് ഷീൻ എന്നെങ്ങനെ എഴുതുക? സീനിന് 3 കുത്തിട്ടാൽ എന്ത് വായിക്കും? ഷീന്. 3 കുത്തിട്ടാൽ ഷീന് വായിക്കും അല്ല? അടുത്ത അക്ഷരമാണ് ഇത് സ്വാദ് സ്വാദ് ല്വാദ്. സ്വാദിനൊന്നും ഇടുന്നില്ല, ല്വാദിന് പുള്ളി ഇടുന്നുണ്ട് അല്ല? നമ്മൾ ഫസ്റ്റ് മോഡൽ മാറുന്നതിനനുസരിച്ചിട്ട് ദാലിന് ഒന്നും ഇടുന്നില്ല, ദാലിന് പുള്ളി ഇടുന്നു. റാഇന് ഒന്നും ഇടുന്നില്ല, സാഇന് പുള്ളി ഇടുന്നു. സീനിന് ഒന്നും ഇടുന്നില്ല, ഷീനിന് പുള്ളി ഇടുന്നു. ഇനി സ്വാദിന് ഒന്നും ഇടുന്നില്ല, ല്വാദിന് എന്താക്കുന്നത്? പുള്ളി ഇടുന്നു. നമ്മൾ ആ ലാമാണ് ഇടാ ല്വാദാണ് ഇടാ ഇവിടെ ഉള്ളത്. സ്വാദ് ല്വാദ് സ്വാദ് ല്വാദ്. ഇനി അടുത്ത അക്ഷരം വരുന്നത് അതാണ് ത്വാ അല്ല? ത്വയ്യാറത്തുൻ ത്വാവിലത്തുൻ. ആ ഒരു വരുന്ന ത്വാ ആണ് അടുത്ത അക്ഷരം വരുന്നത്. ത്വാ ത്വാ പുള്ളിക്കുത്തൊന്നിടാണ്ട് ത്വാ. അത് കഴിഞ്ഞാൽ ഇതേ മോഡലിൽ പുള്ളിക്കുത്തിട്ടാൻ എന്ത് വയ്ക്കും? ദ്വാ ത്വാ ദ്വാ ത്വാ ദ്വാ ത്വാ ദ്വാ. ഇനി അടുത്ത അക്ഷരം വരുന്നതാണ് ഐന് ഐന്. ഇനി ഐനിന് ഒരു പുള്ളി ഇട്ടാൽ എന്ത് വയ്ക്കും? ഒയ്ന് ഒയ്ന്. ഇത് ഐന് ഇത് ഒയ്ന് ഐന് ഒയ്ന്. നമ്മൾ മലയാളത്തിലെല്ലാം ചോദിക്കൂലേ ഇപ്പം എന്തെങ്കിലും പറഞ്ഞാൽ ഐന് വയ്ക്കൂലേ? അതുപോലെ ഐന്. ഐനിന് മേലെ ഒരു കുത്തിട്ടാൽ എന്ത് വയ്ക്കും? ഒയ്ന്. അപ്പം നമ്മൾ ഇവിടം വരെ മനസ്സിലാക്കിയല്ലേ? അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നോക്കുകയാണെങ്കിൽ അലിഫ് കഴിഞ്ഞാൽ ഈ 3 ഒരേ മോഡലിൽ വരുന്നത്. ആ റൗണ്ട് ചെയ്ത 3 ഒരേ മോഡലിൽ വരുന്നത്. പിന്നെ അടുത്ത 3 എന്താക്കുന്നത്? ഒരേ മോഡലിൽ വരുന്നത്. പിന്നെ അടുത്ത 2 ഒരേ മോഡലിൽ വരുന്നത്. അടുത്ത 2 ഒരേ മോഡലിൽ വരുന്നത്. അടുത്ത 2 ഒരേ മോഡലിൽ വരുന്നത്. പിന്നെ അടുത്ത 2 ഒരേ മോഡലിൽ വരുന്നത്. അടുത്ത 2 അടുത്ത 2. അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രത്യേകത എന്താണ്? ഫസ്റ്റിലത്തെ കാലിയായിരിക്കും, രണ്ടാമത്തേന് കുത്തു വരുന്നുണ്ടല്ലേ? അലിഫ് ബാ താ സാ ജീമ് ഹ ഖ ദാല് ദാല് റാ സാ സീന് ഷീന് സ്വാദ് ല്വാദ് ത്വാ ളാ ഐന് ഒയ്ന്. ഇനി അടുത്ത അക്ഷരം ഏതാണ്? അടുത്ത അക്ഷരം ഫാ ഫാ. അതും ഒരേ മോഡലാണ് വരുന്നത്. ഫാവും കാഫും ഒരേ മോഡലിൽ വരുന്നത് അല്ല? ഇങ്ങനെ എഴുതുമ്പോൾ ഫാഇന് ഒരു പുള്ളി ഇടുമ്പോൾ ഫാ എന്ന് വായിക്കും. 2 പുള്ളി ഇട്ടാൽ അത് ഖാഫ് ഖാഫ്. കാഫിന് ഇത് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഫലഖ് ഖ ഖ ഖ. ആ ഒരു അക്ഷരമാണ് വരുന്നത് അല്ലേ? ഫലഖ് എന്നുള്ള കാഫാണ് ഇവിടെ വരുന്നത്. രണ്ടാമത്തതാണ് ഈ ക. ഈ ക നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതുക? കബിദുൻ കബിദുൻ എന്നല്ല എഴുതുമ്പോൾ ഇങ്ങനെ ഉപയോഗിക്കും അല്ല? ഈ ഒരു കാണ് ഈ ക. നമുക്ക് ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വൃത്തിക്ക് പറഞ്ഞു തരും. അതായത് നമ്മൾ പഠിക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഓരോ അക്ഷരങ്ങൾ വെച്ചിട്ട് പഠിച്ചു പോവാം അല്ല? ഇതിപ്പോൾ സിമ്പിളായിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഓരോന്ന് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്.
ഇനി അടുത്ത അക്ഷരം ഏതാ വരുന്നത്? ലാം. ലാം എങ്ങനെ എഴുതുക? അതെ, ലാം ചില മക്കളൊക്കെ എഴുതും എങ്ങനെ? റാഉ എഴുതും ലാമും. അപ്പോൾ രണ്ടും ഒരേ തിങ്ങ് വായിക്കും. ലാമു റാ എഴുത്ത് ശരിയാണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല അല്ലേ? ഇത് റാ എന്ന് എഴുതിയിട്ട് ലാമു എന്നൊക്കെ വായിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ എഴുതി പ്രാക്ടീസ് ചെയ്തിട്ട് അങ്ങനെയാണ് പഠിക്കുക. ഓക്കെ, ഇത് ലാം. അടുത്തത് എന്താണ്? മീം. പിന്നെ എല്ലാം ഒറ്റക്കൊറ്റക്കൊറ്റക്ക. മറ്റേതൊക്കെ ഒരാൾ കൂടെ ഉണ്ട്, ബാക്കിയൊക്കെ ഒറ്റക്ക വരുന്നത് അല്ല. ലാം, മീം, നൂന്, ഹാ, വാവ്, യാ. അപ്പോൾ നമ്മളെ 28 അക്ഷരങ്ങൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മളെ 28 അക്ഷരങ്ങൾ. അറബിയിലെ 28 ലെറ്റേഴ്സാണിത്. നമുക്ക് ഇത് പെട്ടെന്ന് ഒരു ബിഗിനേഴ്സിനെ ഒന്ന് പഠിച്ചെടുക്കാൻ പറ്റുമല്ലോ. പക്ഷേങ്കിൽ നമുക്ക് സിമ്പിളാണല്ലേ, നോക്കുകയാണെങ്കിൽ ഇത് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്നതാണ് അറബിയിലുള്ളത്. അറബിയിൽ അക്ഷരങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമ്മളതിന് ഹർഫ് ഇടുന്നത് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു വരയിട്ടാൽ എന്ത് വായിക്കും? ഇതിന് ഫത്തഹ് എന്ന് പറയും. ഇതിന് പറയുന്ന പേരാണ് ഫത്തഹ്. അതായത് ഈ വര ഒരു അക്ഷരമായിട്ട് നിങ്ങൾ സൂചിപ്പിക്കുക. ഈ വരേൻ്റെ മേലെ ഇടുന്നത് ഫത്തഹ്. ഇനി വരേണ്ടത് കെസർ, താഴെ ഇടുന്നത് കെസർ. ഓക്കെ, മേലെ ഇടുന്ന ഈ അക്ഷരത്തിന് പറയും ലമ്മ്. രണ്ടെണ്ണം ഇടുമ്പോൾ ലമ്മ് അല്ല. ഇനി ഒരു 0, അതായത് ഇതിനെ പറയാം ഇങ്ങനെ ഇട്ടാലും വായിക്കുക എന്താണ്? സുക്കൂന്, സുക്കൂന്. ഓക്കെ, അതുപോലെ തന്നെ ഈ 2 വരയിടുമ്പോൾ അൻ, തെൻവീന്. തെൻവീനല്ല വരുക, അടിയിലും തെൻവീന്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ അൻ, ഇൻ എന്നുള്ള സൗണ്ട് ആയിരിക്കും വരുക. എന്താ? അൻ, ഇത് അൻ, ഇത് ഇൻ, ഇത് ഉൻ. ഓക്കെ, അൻ, ഇൻ, ഉൻ. നമുക്ക് അക്ഷരങ്ങളിലൊന്ന് നോക്കി നോക്കാം അല്ലേ, എങ്ങനെ വരാന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് ലെറ്റർ അലിഫ്. അലിഫിന് നമ്മൾ മേലെ ഇട്ടാൽ എന്ത് വായിക്കും? ആ, ഫത്തഹ്. ഇതാണ് ഫത്തഹ്. ഫത്തഹ് നമ്മൾ ഇട്ടാൽ എന്ത് വായിക്കും? അലിഫിന് ഫത്തഹ് ഇട്ടാൽ ആ, ഫത്തഹ് ഇട്ടാൽ എന്ത് വായിക്കും? ആ. ഓക്കെ, ഇനി അടുത്ത അലിഫിന് കെസറിട്ടാൽ എന്ത് വായിക്കും? ഇ. കെസറിട്ടാൽ ഇ. ഫത്തഹ് ഇട്ടാൽ ആ സൗണ്ട് വരും, കെസറിട്ടാൽ ഈ സൗണ്ട് വരും. ഇനി നമ്മൾ ലമ്മിടുകയാണെങ്കിൽ എന്താ, ഏത് സൗണ്ടാണ് വരുന്നത്? ഊ സൗണ്ട്. മലയാളത്തിലെ ആ, ഇ, ഉ. ഈ ഒരു സൗണ്ടാണ് ഏത് അക്ഷരത്തിൻ്റെ കൂടെയും ഞാൻ റൗണ്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ഹറക്കത്തിട്ട് കൊടുത്താൽ വായിക്കുക. ആ, ഇ, ഉ. ഈ സൗണ്ടാണ് വരുന്നത്. ഓക്കെ, എല്ലാ അക്ഷരവും ആ, ഇ, ഉ എന്ന് വായിക്കുന്നല്ല, ഈ ഒരു സൗണ്ടാണ് വരുന്നത്. ആ, ഇ, ഉ. ഇനി ബാഇനാടുന്നതെങ്കിൽ ബ. ഫത്തഹിടുമ്പോൾ ബ, ആ സൗണ്ട് വരുന്നില്ലേ? ബ. ഇനി അത് കെസറിടുമ്പോൾ ബി, ഈ സൗണ്ട് വരുന്നില്ലേ? ഇനി ലമ്മിടുമ്പോൾ ഉ സൗണ്ട് വരും, ബു. ഇനി വേറൊരു അക്ഷരം എടുക്കുകയാണെങ്കിൽ